ക്ഷേത്രങ്ങളിൽ പോയി ദഫ്മുട്ട് കളിച്ച് കേരള സ്റ്റോറി ഉണ്ടാക്കുന്ന സകല എണ്ണത്തിനും ലക്ഷ്മി ചേച്ചിയുടെ വക 1.5 കിലോ വീട്ടുള്ള കിഡ്നിയിൽ തറക്കുന്ന 3-4 ചോദ്യങ്ങൾ നിങ്ങൾക്ക് നേരിടാൻ കഴിയത്തില്ല. അമ്മാതിരി ചോദ്യങ്ങളാണ് ലക്ഷ്മി ചേച്ചി ചോദിക്കുക. എങ്ങനെ കണ്ണൂരില് മുത്തപ്പൻ മടപ്പുരയിലെ അയ്യപ്പൻ പാട്ടിന് ദഫ്മുട്ട് നടത്തുമ്പോഴാണോ അത് കേരള സ്റ്റോറി ആവുന്നത്? നമസ്കാരം. ഞാൻ ലക്ഷ്മി ഖാൻ. അറിയാം. ഇടയ്ക്കിടെ മൂല്യ മാധ്യമങ്ങള് കൊട്ടിഘോഷിച്ച് അവതരിപ്പിക്കാറുള്ള ഒരു വൺ വേ മതേതരത്വത്തിന്റെ കേരള സ്റ്റോറി വാർത്ത വീണ്ടും വന്നിട്ടുണ്ട്. പുതിയ രൂപത്തിലാണ്. കണ്ണൂരിൽ മുത്തപ്പൻ മടപ്പുരയിൽ അയ്യപ്പൻ പാട്ടിന് ദഫ്മുട്ട്, നൃത്ത ചുവടുകളുമായി അൽ ബദരിയ ദഫ്മുട്ട് സംഘം. ആകാശാത് പതിതം തോയം യഥാഗശ്യതി സാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതിഗശ്യതി. ഏത് ദൈവത്തെ ആര് ഏത് രൂപത്തിൽ ആരാധിച്ചാലും എല്ലാം ഒരേ ശക്തിയിൽ എത്തിച്ചേരുന്നു എന്ന് വിശ്വസിക്കുന്ന ഹിന്ദു ധർമ്മത്തിന് ഒരു വിശ്വാസങ്ങള് മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. ഇമാതിരി വിശാലമായ കാഴ്ചപ്പാടുള്ള ഒരു ചേച്ചി നിങ്ങൾ എവിടെയെങ്കിലും കാണാറുണ്ടോ? എത്ര മഹത്തരമായ വാചകം! നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത്തരം ഒരു വചനം അവകാശപ്പെടാനുണ്ടോ? ഏത് ആരാധനാലയത്തിൽ നിന്നും ഏത് രൂപത്തിലും ഏത് ഭാവത്തിലും ആരാരെ വിളിച്ചാലും അതെല്ലാം ഒരേ ദൈവത്തിലേക്ക് ഒരേ ശക്തിയിലേക്കാണ് എത്തിച്ചേരുന്നു എന്നുള്ള ഇത്രയും സമഭാവനയുള്ള ഒരാശയം ലോകത്ത് ആർക്ക് പങ്കുവെക്കാൻ കഴിയും? അതാണ്. അങ്ങനെ വിശ്വസിക്കുകയും കാണുകയും ചെയ്യുന്ന ചേച്ചിയാണിത്. അപ്പം ഈ ബാബരി മസ്ജിദ് പൊളിച്ചു കളഞ്ഞത് അല്ല, ഏത് ആരാധനാലയത്തിലിരുന്നും ഏത് ഭാവത്തിലും ഏത് രൂപത്തിലും ആര് വിളിച്ചാലും ഒരേ ദൈവത്തിലേക്കല്ലേ എത്തുന്നത്. അപ്പോൾ ആ ആരാധനാലയം പൊളിച്ചു കളഞ്ഞിട്ടല്ലേ നമ്മൾ വേറൊരു ആരാധനാലയം പണിഞ്ഞത്. ആ ദൈവത്തെ വിശ്വസിക്കാതെ മറ്റൊരു ദൈവം ആണ് ശരി എന്നുള്ളതുകൊണ്ടല്ലേ ഇത് പൊളിച്ച് അവിടെ വേറെ ദൈവത്തെ പ്രതിഷ്ഠിച്ചത്. ചേച്ചി പറഞ്ഞത് വട്ടം കൊണ്ട് ഒക്കുന്നില്ല, എന്താണെന്നറിയുന്നില്ല. ആ കുഴപ്പമില്ല, എനിക്കറിയാം. ഞാൻ വീഡിയോ ഇടുന്നത് ചിലർ കിട്ടുന്നില്ലേ ഫേസ്ബുക്കിൽ നിന്ന്, നമുക്കറിയാം. കുഴപ്പമില്ല, എന്നാലും കുഴപ്പമില്ല. നാട്ടിൽ കുഴപ്പമുണ്ടാക്കാതിരുന്നാൽ മതി. എന്ത് വേണമെങ്കിലും പറഞ്ഞു നാട്ടിൽ കുഴപ്പമുണ്ടാക്കാതിരുന്നാൽ മതി. ചേച്ചി ബാക്കി പറയട്ടെ. ശരി, അപ്പോൾ ചേച്ചി പറഞ്ഞ ആ സമഭാവനയുടെ വാക്ക് എന്നും ഓക്കെ അല്ലേ? അങ്ങനെ മാറ്റി നിർത്തുന്നവരുടെ ആരാധനാലയങ്ങളിലാണ് ഇത്തരം അവതരണങ്ങളൊക്കെ നടത്തി അതിനെ കേരള സ്റ്റോറി ആയിട്ട് മാറ്റേണ്ടത്. അതായത് പള്ളിയിലാണ് ഇതുപോലെ തിരുവാതിരയും ചെണ്ടമേളവും ഒക്കെ നടത്തിയിട്ട് നിങ്ങൾ കേരള സ്റ്റോറി ഇടേണ്ടത്. അല്ലാതെ ക്ഷേത്രത്തിലല്ല. ക്ഷേത്രം ഇതെല്ലാത്തിനും ഉൾക്കൊള്ളുന്നതാണ് ചേച്ചി പറഞ്ഞത്. ലക്ഷ്മി ചേച്ചി അടക്കമുള്ള എൻ്റെ സഹോദര സമുദായത്തിൽപ്പെട്ട എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഒരു മുസ്ലിമീങ്ങൾക്കും ദഫ് മുട്ടി നിൽക്കുകയല്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ലക്ഷ്മി ചേച്ചി അടക്കമുള്ളവർ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇങ്ങനെ ദഫ് കളിക്കാൻ വേണ്ടി അവരെ ക്ഷണിച്ചത് കൊണ്ട് അവിടെ വരികയാണ്. മുസ്ലിം പള്ളികളിൽ നിങ്ങൾക്കറിയാമല്ലോ, മുമ്പേ മുതൽ തിരുവാതിരയാകട്ടെ, ഡാൻസ് ആകട്ടെ, പാട്ടാകട്ടെ, ചെണ്ടമേള, ഇതൊന്നും ഇല്ല. അവിടെ ഉള്ളത് ആകെ ഉള്ളൊരു പരിപാടി സതുപദേശ പ്രഭാഷണങ്ങളായിരിക്കും. അതാണ് മുസ്ലിം സമൂഹത്തിൽ ഇന്ന് കാണുന്ന ഈ ഉയർച്ചക്കും ഈ ധാർമ്മികമായ വളർച്ചക്കും ഒക്കെ കാരണം അതാണ്. അതിനപ്പുറത്തേക്ക് ഒരു തരത്തിലുള്ള കലാപരിപാടി, പിന്നെ റബീഉൽ അവ്വൽ വരുമ്പോൾ കുട്ടിയുടെ നബിദിന പരിപാടി ഉണ്ടാകും. അന്നും ഈ കുട്ടികളെ ക്ഷേത്രത്തിലേക്ക് വിളിച്ച് കളിപ്പിക്കുന്നതാരാ? ഇങ്ങനെ സഹോദര സമുദായത്തിൽപ്പെട്ട നല്ല മൈത്രിയിൽ ജീവിക്കുന്ന സഹോദരങ്ങളാണ് വിളിച്ച് കളിപ്പിക്കുന്നത്. അല്ലാതെ ഇവിടെ ആർക്കും നിന്നിട്ട് അവരെ ആരും വിളിച്ച് കളിപ്പിക്കുന്നതല്ല. ഇത് നിങ്ങൾ മനസ്സിലാക്ക്. അതേസമയം നിങ്ങൾ തിരുവാതിര കളിക്കാൻ വേണ്ടി നിങ്ങളെ അങ്ങോട്ട് ക്ഷണിച്ചതിന് ശേഷം നിങ്ങൾ ആരെങ്കിലും തടഞ്ഞോ? ഇന്ന് വരെ ആരും തടഞ്ഞോ? നിങ്ങളെ ചെണ്ട മുട്ടാൻ വേണ്ടി വിളിച്ചിട്ട് നിങ്ങൾ ആരെങ്കിലും തടഞ്ഞോ? ഇല്ല. വിളിച്ചിട്ടുമില്ല, തടഞ്ഞിട്ടുമില്ല. പക്ഷെ അങ്ങനല്ലല്ലോ ഇവിടെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഏകകണ്ഠമായി തീരുമാനം എടുക്കണം, ഞങ്ങൾ ഇവിടെ ആരെയും കളിപ്പിക്കത്തില്ല എന്നുള്ളത്. ഇവിടെ അങ്ങനെ വേണ്ടാന്ന്, ഇപ്പുറത്തില്ലാത്തതൊന്നും ഇപ്പുറത്ത് വേണ്ടാന്ന്. ഇതിന് നിങ്ങൾ ഞങ്ങളെ പഴിചാരുന്നത് എന്തിനാണ്? ഞങ്ങളത് ചോദിക്കും, എന്തിനാ പഴിചാരുന്നത്? ആവശ്യമുള്ളിടത്ത് കളിച്ചോട്ടെ, അത് അങ്ങനെ പോയി. അതിനപ്പുറത്തേക്ക് ഇപ്പുറത്താണ് തെളിയിക്കേണ്ടത്. ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു തരത്തിലുള്ള താല്പര്യം ഇല്ലെന്നേ. അതേസമയത്ത് പള്ളി കവാടത്തിൽ വന്നു നിൽക്കുന്ന ഒരു സഹോദരൻ, ഒരു സഹോദരി, സഹോദര സമുദായത്തിൽപ്പെട്ടവൾ, അവർക്ക് എന്തെങ്കിലും സാമ്പത്തികമായ സഹായം വേണം, ചികിത്സാർത്ഥം എന്തെങ്കിലും സഹായം വേണം, തടയാറുണ്ടോ? ഉപേക്ഷിക്കാറുണ്ടോ? തിരസ്കരിക്കാറുണ്ടോ? ഇല്ല, സഹായിക്കാറുണ്ട്. ഐക്യകണ്ഠേന സഹായിക്കാറുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ ഇത്തരത്തിലുള്ള ഒരു പരിപാടികളും നമ്മൾ സംഘടിപ്പിക്കാറില്ല. ആകെ ഉള്ളത് ഈ പറയപ്പെടുന്ന ചില ക്ലാസ്സുകൾ, അത്രയേ ഉള്ളൂ. അതിനപ്പുറത്തേക്കൊന്നുമില്ല. അതുകൊണ്ട് ക്ഷണിച്ചവരോടാണ് നിങ്ങൾ പറയേണ്ടത്. ക്ഷണിച്ചവരാണ് ഈ കേരള സ്റ്റോറി ആക്കുന്നത്. മനസ്സിലായ? നമ്മൾ ക്ഷണിക്കാതെ ചെന്ന് ഞങ്ങൾക്ക് മുട്ടി നിൽക്കുകയാണ്, ദഫ് മുട്ടാൻ വേണ്ടി മുട്ടി നിൽക്കുകയാണ്, അതുകൊണ്ട് ഞങ്ങൾ മുട്ടി നിൽക്കുന്ന ഞങ്ങളെ കളിപ്പിക്കണം, അതുകൊണ്ട് നിങ്ങൾക്ക് മാറി നിൽക്കും, ഞങ്ങളിവിടെ കളിച്ചു പോകും എന്ന് പറയുന്നതല്ലല്ലോ. നിങ്ങളായിട്ട് ക്ഷണിക്കുന്നു, നിങ്ങളായിട്ട് കളിപ്പിക്കുന്നു, നിങ്ങളായിട്ട് കേരള സ്റ്റോറി ആക്കുന്നു. ഞങ്ങൾ ക്ഷണിച്ചിട്ടുമില്ല, തടഞ്ഞിട്ടുമില്ല, കേരള സ്റ്റോറി ആക്കിയിട്ടില്ല. നന്ദി, നമസ്കാരം.